ഇപ്പൊ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ 26-27 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മന്തായി. ഇപ്പൊ ഏപ്രിൽ മന്തിൽ എൻ്റെ ഒരു ക്ലയന്റ് ടി ഡി എസ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിഡക്ട് ചെയ്ത പേഴ്സൺ അത് ഏത് സെക്ഷനിലായിരിക്കും അടയ്ക്കേണ്ടതായിട്ട് വരിക? പഴയ ആക്ട് പ്രകാരമാണോ പുതിയ ആക്ട് പ്രകാരമായിരിക്കും? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ജലി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലിലെ ട്രാൻസാക്ഷനാണ്. പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയി, ഏപ്രിലിലെ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഏപ്രിലിലെ ട്രാൻസാക്ഷൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ആക്ട് തന്നെയാണ് അവിടെ അപ്ലിക്കബിൾ ആവാം. അപ്പോൾ പുതിയ ആക്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ടി ഡി എസിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ്ലി മാറിയേക്കാണ്. സെക്ഷൻ 393 എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ടുള്ളത് 392 ആണ് സാലറിക്ക്, 393 ആണ് ബാക്കി എല്ലാ സെക്ഷൻസും വരുന്നത്. അപ്പോൾ 393 ഇപ്പോൾ കോൺട്രാക്ട് പേയ്മെൻ്റ് ആണെന്ന് വിചാരിക്കും. മുമ്പത്തെ 194C ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 393(1) അതിലൊരു ഐറ്റം കോഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1% ആണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1023 2023 എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് വരുന്നത്. അതല്ല 2% ആണെന്നിരിക്കും. ഇത് കമ്പനി ഫെയിം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2%. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ 1024 എന്നുള്ളൊരു ആ കോഡ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് നടത്താനായിട്ട്. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, നമ്മൾ ആക്ച്വലി ഏപ്രിൽ പേയ്മെൻറ്റ് നടത്താൻ പോവുക. പക്ഷേ ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതുണ്ടല്ലോ അത് മാർച്ചിലാണെന്ന് വിചാരിക്കും. ആക്ച്വലി മാർച്ച് 31 വരെയുള്ള ടി ഡി എസ് നമുക്ക് ഏപ്രിൽ 30 വരെ അടയ്ക്കാമല്ലോ. അപ്പോൾ ആ കേസിൽ അത് പഴയ ആക്ട് പ്രകാരമാണ് അത് ടി ഡി എസ് അപ്ലിക്കബിലിറ്റി വരുന്നത്. അവിടെ അത് 194C തന്നെയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നും നമ്മുടെ പുതിയ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചലാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് ആക്ട് പ്രകാരമാണ് നിങ്ങൾ അടയ്ക്കണത് എന്ന് വരെ അവിടെ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2025 സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 393 എന്നുള്ള സീരീസ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതല്ല മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ സെക്ഷൻ 194C അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മുന്നത്തെ മാസത്തെ ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ ഇപ്പോഴായിരിക്കും അടയ്ക്കണം. അതായത് ഏപ്രിൽ 30th വരെ വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ അടയ്ക്കണത് 194C അല്ലെന്നുണ്ടെങ്കിൽ പഴയ സെക്ഷൻ പ്രകാരമായിരിക്കും നമ്മൾ അടയ്ക്കണത്.